എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ടിപ്സുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു ടിപ്സ് തരണേ നിങ്ങൾക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ തലവേണയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ചെളി അഴുക്കൊക്കെ ആയിട്ടിരിക്കൂലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ക്ലീൻ ചെയ്യാനാണ് എങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല നിറവും മണമുള്ള തലവേണയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആദ്യം അതിനകത്തേക്ക് വേണ്ടുന്നത്, നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് നല്ല കല്ലുപ്പ് ഒരു 2 സ്പൂൺ ഇടണം കേട്ടോ. കല്ലുപ്പ് എപ്പോഴും നല്ല നിറമുള്ള നല്ല അഴുക്കൊന്നുമില്ലാത്ത കല്ലുപ്പായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കൊഴുപ്പൊന്നും ഇല്ലാത്തതാണെങ്കിൽ അത്രയ്ക്കും ഗുണം കിട്ടും കേട്ടോ കല്ലുപ്പിന്. അപ്പോൾ നല്ല നിറം കിട്ടും. അപ്പോൾ അങ്ങനത്തെ കല്ലുപ്പ് നോക്കി എടുക്കുക. അപ്പോൾ പിന്നെ ഉള്ളത് 1 സ്പൂണ് അപ്പസോഡയാണ് കേട്ടോ, നമ്മൾ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2 സ്പൂണ് കല്ലുപ്പും 1 സ്പൂണും ബേക്കിംഗ് സോഡയും. ഇനി വേണ്ടത് ഒന്നല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലോഷൻ ഒഴിക്കുക കേട്ടോ. പാത്രം കഴുകുന്ന ലിക്വിഡാണെങ്കിലും അല്ലെങ്കിൽ തുണി അലക്കുന്ന ലിക്വിഡായാലും മതി. ഞാനിപ്പോൾ അത് വിമ്മാറിൻ്റെ ഒരു ലിക്വിഡാണ് ഒഴിച്ചേക്കണേ കേട്ടോ. 1 സ്പൂണ് ലിക്വിഡ് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ നമുക്കൊരു 2 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ടല്ലോ. ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ അഴുക്കൊക്കെ ഇളക്കാൻ പറ്റും, ഈ വിനാഗിരി അപ്പസോഡയൊക്കെ ചേരുമ്പോൾ. പിന്നെ ഇത് നമ്മൾ ഇനി വാഷിംഗ് മെഷീനിലാണ് അലക്കി എടുക്കണേ. നമ്മൾ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് അലക്കണമെങ്കിൽ, മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു 10-12 മണിക്കൂറെങ്കിലും ഈ ലോഷൻ ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കേണ്ടതാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലാണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതുള്ളൂ. അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളുണ്ടാക്കിയ ഈ ലിക്വിഡ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചതിൻ്റെ ശേഷം ഇനി പില്ലോ അതിനകത്ത് മുക്കിയിട്ടിട്ട് നമുക്ക് അലക്കിയാൽ മതി. അപ്പോൾ ഇതിനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ, നമുക്ക് പില്ലോയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല. അതിനകത്തുനിന്ന് കഴുകി ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് കഴുകി എടുക്കണം, 2-3 പ്രാവശ്യമായിട്ട്. എങ്കിലേ അത് നല്ല വൃത്തിയായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് കംഫർട്ട് ഒഴിക്കുക. നല്ല മണം കിട്ടും നമുക്ക്. തലവണയ്ക്ക് ഇപ്പോൾ എപ്പോഴും നല്ലൊരു മണം ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമല്ലേ. അപ്പോൾ ഒരു സ്പൂണ് കംഫർട്ടും കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് ഞാൻ കഴുകിയിട്ട് ഡ്രയറിൽ ഇട്ടു കേട്ടോ. അപ്പോൾ അതായത് ഒന്നും സംഭവിക്കില്ല, നമ്മുടെ പില്ലോയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല. അത് ആ ഡ്രയറിലിട്ടിട്ട് നല്ല വൃത്തിയായി കിട്ടി. ഇനി ഇത് നമ്മൾ നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്താൽ മതി. ഹാങ്കറിലിട്ടിട്ട് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ടെറസിലോ എവിടെയെങ്കിലും ഇടാം. എപ്പോഴും നല്ല വെയിലത്തിട്ടിട്ട് ഉണങ്ങുന്നതായിരിക്കുമല്ലോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും, മണവും ഇതൊക്കെ. അപ്പോൾ നല്ല വെയിലുള്ളയിടം നോക്കി മാറ്റി മാറ്റി ഇട്ടിട്ട് ഞാൻ ഉണങ്ങിയെടുക്കുകയാണേ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടു. മഴക്കാലമല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ടിപ്സ്. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ.